ഒത്തുതീർപ്പിന് ഒത്തുതീർപ്പിനുകൊണ്ട് ശ്രമിക്കേണ്ടത്. ഇപ്പൊ വെള്ളാപ്പള്ളിയെ തന്നെ നോക്കും, ഒരുപാട് കാലം വെള്ളാപ്പള്ളിയെ നമ്മൾ തള്ളിപ്പറഞ്ഞതാണ്. ഇപ്പം വെള്ളാപ്പള്ളിയാണ് ഏറ്റവും അടുത്ത് നമ്മുടെ സുഹൃത്ത്, രാഷ്ട്രീയ സുഹൃത്ത്. അപ്പം അത് ഇതിന്റെ പ്രശ്നം, നമുക്ക് അധികാരത്തിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അബദ്ധസഞ്ചാരങ്ങൾ അനിവാര്യമാണ് കേട്ടോ. അതേസമയത്ത് നമുക്ക് അധികാരത്തിൽ മാറി നിൽക്കാൻ സാധിക്കില്ല. വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഇടതുപക്ഷം നേരിടുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള ഒത്തുതീർപ്പുകൾക്ക് പോകുന്നത് നല്ലതാണ്. അധികാരം വേണ്ട എന്ന് വെച്ചുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കണം, അതാണ് വേണ്ടത് അല്ലേ? എന്തിനാണ് നമ്മൾ ഇത്രയും ഒരുപാട് ഒത്തുതീർപ്പുകൾ, മനസാക്ഷിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക, എന്നിട്ട് അധികാരത്തിൽ നിൽക്കുന്നത്? നല്ലത് ഇതൊന്നും വേണ്ട, ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്ന് കൊള്ളാം. അത് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ CPM-ന് പ്രതിപക്ഷത്തിരുന്നാലാണ് ഒരുപക്ഷെ ഏറ്റവും നന്നായിട്ട് ജനങ്ങളെ സേവിക്കാൻ സാധിക്കുക. കാരണം അത് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം അവർക്ക് പ്രതിപക്ഷത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അത് അധികാരത്തിൽ വരുമ്പോൾ ഒത്തുതീർപ്പുകൾക്ക് നമ്മൾ തയ്യാറാകേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇടതുപക്ഷക്കാരൻ എന്ന നിലയിലുള്ള എൻ്റെ ആശങ്ക. ഇതൊക്കെയാണ്. ഇടതുപക്ഷം അധികാരത്തിൽ ഉണ്ടാകണം, ഇനി 5 കൊല്ലം ഭരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അതിനു വേണ്ടിയിട്ട് അബദ്ധസഞ്ചാരങ്ങൾ ചെയ്യരുത്. ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്.